അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ. കണ്ടില്ലേ കിടപ്പ് കണ്ടില്ലേ മോനെ. വാവയുടെ കാര്യത്തിൽ ഓരോ ഡോക്ടർമാർ പറയുന്നത് കേൾക്കുമ്പോൾ പേടിയാവുക. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടിയല്ലടിയാ. ആ സ്ഥലത്തുനിന്ന് എൻ്റെ ഭാഗം ഇങ്ങനെ കിട്ടിയാൽ അത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ വാവയുടെ ചികിത്സയ്ക്കായല്ലോ. മോനെ കൽപ്പക, വല്യച്ഛൻ മരിക്കണതിൻ്റെ 3 ദിവസം മുമ്പ് ഞങ്ങളവിടെ വന്നായിരുന്നു. നീ ഓർക്കണ്ടോ? അന്ന് കുറച്ച് രൂപ വല്യച്ഛൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത്. അതാണ് ആ സ്ഥലത്തിൻ്റെ വില. വേറെ ഭാഗമൊന്നും ചോദിച്ച് ഇങ്ങോട്ട് വരണ്ട. ഇവൻ ആ കാശൊക്കെ എടുത്ത് വെള്ളം കുടിച്ച് തൊലച്ച് കാണും. നശിച്ചവൻ ഭാഗം ചോദിച്ച് വന്നിരിക്കണം. പണ്ടൊരു വലിയ മഴ പെയ്തപ്പോൾ വെല്ലിച്ചൻ ഓർമ്മയില്ലാണ്ട് എണീറ്റ് മുറ്റത്ത് പോയി നിന്നു. ഞാൻ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കട്ടിലേക്ക് കടത്തിയിട്ട് അരികിലിരുന്നപ്പോൾ വെല്ലിച്ചൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടൊരു വർത്താനം പറഞ്ഞു. നീ എത്ര കുടിച്ച് നശിച്ചാലും നിൻ്റെ മക്കൾക്കുള്ളത് ഞാനുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. നീ എന്തോന്നായി പറഞ്ഞോണ്ട് വരുന്നേ? വെല്ലിച്ചൻ നമുക്കെല്ലാമായിട്ട് മാറ്റിവെച്ച ആ മലയിലെ സ്ഥലത്ത് നിന്ന് എൻ്റെ ഭാഗം ഇങ്ങ് തരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മോളുടെ ചികിത്സയ്ക്ക് വേറെ വഴിയില്ലേ ചേച്ചി? അയ്യോ എന്റെ പുള്ളേ, കേക്കിനുണ്ടോ പുകില്? വല്യച്ഛനെ എന്നോട് പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് എഴുതി തന്ന സ്ഥലവാ. അതങ്ങ് വെറുതെ കൊടുക്കണം പോലും. നടക്കണ കാര്യം വലുതും പറ. അപ്പോ ആ സ്ഥലത്തിന് എനിക്കും എൻ്റെ മക്കൾക്കും ഒരവകാശമില്ലേ ചേച്ചി? എന്തവകാശത്തിൻ്റെ കാര്യം നീ പറയണേ? അവൾക്ക് നിങ്ങളുടെ വല്യച്ഛനായിട്ട് എഴുതി കൊടുത്ത സ്ഥലമല്ലേ? അത് ചേച്ചിയുടെ പേരിലാണ് എഴുതി കൊടുത്തെങ്കിലും എല്ലാവർക്കും കൂടി ഉള്ളതല്ലേ? എനിക്ക് എന്റെ വല്യച്ഛൻ തന്ന സ്ഥലം ഞാൻ ആർക്കും കൊടുക്കൂല. വെല്ലിച്ചൻ മരിച്ചപ്പോ ചേച്ചി എല്ലാം മറന്നു. ചേച്ചി വിളിച്ചത് ശരിയാ. ഞാൻ നശിച്ചവൻ. വെല്ലിച്ചൻ ഉണ്ടാക്കിയിട്ടത് ഈ നശിച്ചവന്റെ പിള്ളേർക്ക് കിട്ടില്ല. എൻ്റെ കൊച്ചിന് ജീവിക്കാനാണ് വിധിയെങ്കിൽ അവള് ജീവിക്കട്ടെ. ഇല്ലെങ്കിലേ അവള് വെല്ലിച്ചൻ പോയിടത്തേക്ക് തന്നെ പോട്ടെ. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ടൊരു വരവുണ്ടാവില്ലേ ചേച്ചി? ചേച്ചിയുടെ ചായക്കേ മധുരം ഇത്തിരി കൂടുതലാണ്. വെള്ളം ഒഴിച്ചടിക്കണേ. എന്താ $200 ഈ വാട്ട സാധനം കിട്ടിയുള്ളൂ. ഇവന്റെയൊക്കെ ശവടക്കിന് ധാരാളം പോരെ.
ഗ്യാസിന്റെ പരിപാടി കാരണം പെട്ടെന്ന് കഴിയുമല്ലോ അല്ലേ? അത് ശരിയാണ്. അവനിപ്പോ സ്വർഗത്തിൽ കാണോ? ഇവന്റെ കയ്യിൽ പോയി ഞാൻ കോപ്പ് സ്വർഗത്തിലിട്ടു. പണിക്കും പോവില്ല, പെണ്ണുമ്പിളെ നോക്കില്ല. പാരമാറി കണ്ടേ കാളി മഹാകാളി കാളനീരതവർണിനി കാളകണ്ഠാത്മജാതേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രകാളി നമോസ്തുതേ. ദാരുകാതി മഹാദുഷ്ട ദാനവൗകനുഷൂദനെ ദീനരക്ഷണദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ചരാചര ജഗന്നാഥേ ചന്ദ്രസൂരാഗ്നിലോചനെ ചാമുണ്ടേ ചണ്ഡമുണ്ടേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. മഹൈശ്വരപ്രദേ ദേവി. നിങ്ങൾ അത് ചൊല്ലി തീർത്തിട്ട് വേഗം വാട്ടോ. നമുക്കിനി അമ്മ മാത്രമേ ഉള്ളൂ ആശ്രയം. നമ്മുടെ വാവയുടെ കാര്യല്ലേ, മറക്കാതെ വരണേ. ഓ വാ മക്കളെ. മഹൈശ്വര്യപ്രദേ ദേവി മഹാത്രിപുരസുന്ദരി മഹാവീരേ മഹേശ്വേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഞാനൊന്നും അടിക്കുന്നില്ല. അടിക്കാണ്ട് എങ്ങനെയാണ് ഉത്സവം കൂടുന്നത്? വാവയ്ക്ക് ഒരു നേർച്ചയുണ്ട്, ഇന്നടിച്ച ശരിയാകില്ല. അടക്കുന്ന് വന്നോളേ വാടാമല്ലി ചൂടിയോളേ കൊടുങ്ങല്ലൂരമ്മേ തായേ. നമ്മുടെ കാവിലെ ഉത്സവമല്ലടാ. ഇന്ന് ഒരെണ്ണം അടിച്ചില്ലേ പിന്നെ എന്നാ? വെള്ളം ഇത്ര എടി നാളെ കളർ ഡ്രസ് അല്ലേ? നമുക്ക് ചുമപ്പിടാം. നോക്കട്ടെടി, നീ എന്നും പറ്റിക്കും. പിന്നെ നല്ലായിരുന്നു. അതെ, എനിക്കിഷ്ടം. എടി അത് നിന്റെ അച്ഛനല്ലേ? മോളിങ് വന്നേ, അച്ഛയുടെ മോളിങ് വന്നേ. വേണ്ട മോളെ, വീട്ടിൽ പോ. അച്ചായ അങ്ങോട്ട് വന്നോളാം. ഇത് വാവയ്ക്കും കൊടുക്കണം, മോളും എടുത്തു. പിടിക്കത് പോക്കോ. അച്ഛൻ വന്നോളടാ, മോള് പോക്കോ. അച്ഛനല്ലേ പറയണേ.
അനങ്ങാതെ കിടന്ന് ഉറങ്ങും മനുഷ്യ. മാറങ്ങോട്ട്. നിങ്ങൾ എന്തിനാ വരണേന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ തോന്നുന്ന തോന്നല് അതെനിക്ക് കൂടെ തോന്നണ്ടേ? അങ്ങനെ തോന്നാത്തതിന്റെ കാരണം നിങ്ങളുടെ കഴിവുകേടാ. ആണാണെന്ന് പറഞ്ഞ് നടക്കണം. അവൾക്ക് അവനെ എന്തിഷ്ടായിരുന്നു. ശരിയാ, അവനൊന്ന് നന്നായി കാണാൻ വേണ്ടി അവൾ പോവാത്ത അമ്പലങ്ങളോ കഴിക്കാത്ത വഴിപാടോ കശ്യപഗോത്രോപവസ്യ നക്ഷത്രാശ്മമ പ്രേതസ്യ പ്രേതത്വ നിവാരണയ മമ പിതൃസ്ഥാനേ പിതൃകർമ്മ സംസ്കാരകർമ്മ പഞ്ചപിണ്ഡ ശിഷ്യക്രിയാകം ആചാര്യമുഖേന ശുഭനക്ഷജാതസ്യ ശുഭനക്ഷമൃതസ്യ മമ പിതൃസ്ഥാനേ ഏഷപിണ്ഡം നമ. സർവലോകനികന്ദാവേ സർവേശ്വരഭവൽപദം നിർവാണപ്രദമെന്നുള്ളിൽ സർവദാ വിലസണമേ. അതിന് പട്ട് സമർപ്പിച്ചോളൂ. ബുദ്ധാത്മാവിനെ മോക്ഷപ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എടുക്കാനുള്ള എല്ലാവരും നിൽക്കുക. വിളക്കെടുത്ത് പിടിക്കുക. ചാണകം മുന്നിൽ കളിച്ചു മണ്ണ് പിടിച്ചോളൂ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.